ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ലാത്ത നിഴൽ രൂപങ്ങൾ ഭരിച്ച മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ നിയമങ്ങൾ എഴുതിയവൻ ആധുനിക അധോലോകത്തിന്റെ ശില്പി ചാൾസ് ലെക്കി ലൂസിയാനോ. 1897 ഇറ്റലിയിലെ സിസിലിയിൽ സാൽവത്തോറെ ലൂക്കാനിയായി ജനനം. 9ാം വയസ്സിൽ ന്യൂയോർക്കിലെ ലോവർ ഈസ്റ്റ് സൈഡിലേക്ക് കുടിയേറിയ ആ ബാലൻ കണ്ടത് ദാരിദ്ര്യവും അതിജീവനത്തിനായുള്ള പോരാട്ടവുമാണ്. സ്കൂളിൽ നിന്ന് പുറത്തായ ലൂസിയാനോ തന്റെ പേര് മാറ്റി. ചെറിയ മോഷണങ്ങളിൽ തുടങ്ങി തെരുവിലെ ഗുണ്ടാ സംഘങ്ങളുടെ തലവനായി അവൻ വളർന്നു. മേയർ ലാൻസ്കി എന്ന ജൂത മാഫിയ തലവനുമായി ചേർന്നുള്ള സൗഹൃദം അധോലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. എങ്ങനെയാണ് അവൻ ലക്കിയായത്? 1929 ശത്രുക്കൾ അവനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കഴുത്തറുത്തു മരിച്ചെന്നു കരുതി ഉപേക്ഷിച്ചു. പക്ഷേ മരണത്തെ തോൽപ്പിച്ചവൻ തിരിച്ചു വന്നു. അന്നു മുതൽ അവൻ ലെക്കി ലൂസിയാനോ ആയി. പഴയ മാഫിയ രീതികളോട് അവന് പുച്ഛമായിരുന്നു. അവൻ പറഞ്ഞു, നമുക്ക് പരസ്പരം കൊന്നു തീർക്കാനല്ല, പണമുണ്ടാക്കാനാണ് താല്പര്യം. തന്റെ വഴിക്ക് തടസ്സമായി നിന്ന പഴയ തലവന്മാരായ ജോ മാസേരിയെയും സാൽവത്തോറെ ചാലോയെയും അവൻ നിശബ്ദമായി ഇല്ലാതാക്കി. അധോലോകത്തെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെ ലൂസിയാനോ മാറ്റി. ദി കമ്മീഷൻ രൂപീകരിച്ചു. എന്നാൽ അവന്റെ സ്വാധീനം വെറും തോക്കിൻ മുരയിൽ മാത്രമായിരുന്നില്ല. രാഷ്ട്രീയം, പോലീസ്, ജുഡീഷ്യറി എല്ലാം അവന്റെ കീശയിലായിരുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ജയിൽ കിടക്കുമ്പോൾ പോലും അമേരിക്കൻ ഗവൺമെന്റ് സഹായത്തിനായി ലൂസിയാനോയെ സമീപിച്ചു. അമേരിക്കൻ നാവികസേനയെ സഹായിക്കാനും സിസിലി പിടിച്ചെടുക്കാനും ലൂസിയാനോയുടെ മാഫിയ ശൃംഖല ഗവൺമെന്റിന് കരുത്തായി. ഒരു കുറ്റവാളിയും ഭരണകൂടവും തമ്മിലുള്ള ഏറ്റവും വലിയ രഹസ്യ ഉടമ്പടിയായിരുന്നു അത്. ഒടുവിൽ തോമസ് ഡ്യൂയി എന്ന പ്രോസിക്യൂട്ടർ അവനെ കുടുക്കി. 30 വർഷത്തെ ജയിൽ ശിക്ഷ. പക്ഷേ യുദ്ധകാലത്തെ സഹായത്തിന് പകരമായി അവനെ ഇറ്റലിയിലേക്ക് നാടുകടത്തി. അവിടെയിരുന്നും അവൻ ലോകമെമ്പാടുമുള്ള ലഹരിമരുന്ന് വ്യാപാരത്തെ നിയന്ത്രിച്ചു. 1962 നേപ്പിൾസ് വിമാനത്താവളത്തിൽ വെച്ച് ഒരു ഹൃദയാഘാതത്തിലൂടെ ആ അധ്യായം അവസാനിച്ചു. അവൻ മരിച്ചു. പക്ഷേ അവനുണ്ടാക്കിയ ആധുനിക മാഫിയ നിയമങ്ങൾ ഇന്നും അധോലോകങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്നു. ക്രൂരതയും ബുദ്ധിയും ഒരുപോലെ ചേർന്ന ഒരു ജീവിതം. ചാൾസ് ലെക്കി ലൂസിയാനോ, കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായം.